എന്റെ കണ്ണ്. ഇന്ദ്രജയെ എന്റെ കണ്ണൊക്കെ നീറുന്നു. അത് മര്യാദയ്ക്ക് അവിടെ വയ്ക്കാൻ ഞാൻ പറഞ്ഞത്. ഹലോ സാറേ. അടിപൊളി സാറേ. സാറേ ഞാൻ താങ്ക് യു, ഞാൻ സഹായിക്കാം സാർ. വേണ്ട വേണ്ട, അങ്ങോട്ടില്ല അങ്ങോട്ടില്ല. അല്ല സാറേ ഞാൻ സഹായിക്കാം സാർ. വേണ്ടെന്ന് പോ. സാമ്പാറിന് ഇങ്ങനെ ആയിരിക്കുമല്ലേ അറിയുന്നത്? സാറേ ഞാൻ വലിയ സഹായിക്കില്ല സാറേ. കണ്ണൊക്കെ നീറണ്. സവാള അരിയുമ്പോ പിന്നെ കണ്ണല്ലാതെ പിന്നെ വേറെ എവിടാ നീറുന്നത്? അത് നീ അങ്ങോട്ട് പോയി. സാറേ സവാള അരിയണ സാറ് മോളെ അടിപൊളിയല്ലേ? കുറെ നാളുകൾക്ക് ശേഷം മോക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയല്ലോ, അതിലേ എന്നെ സന്തോഷം. അല്ല ഞാനും കൂടെ അരിഞ്ഞു തരാം അതൊക്കെ. വേണ്ട വേണ്ട, അങ്ങോട്ടില്ല അങ്ങോട്ടില്ല. മാഡം ഞാൻ ഇവിടെ സഹായിക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ എല്ലാരും കൂടി അതങ്ങ് ചെയ്തോളാം. നീ അവിടെ പോയിരുന്നേ ചെല്ലു. ഇതും കൂടെ കഴിഞ്ഞ കംപ്ലീറ്റ് ആയി. ഇന്ന് നിന്റെ ആവശ്യമില്ല ഇവിടെ. പൊക്കോ. ശരി സാറേ. സാറേ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഞാൻ തേങ്ങ എടുത്തിട്ടാ വേണ്ടേ? കൊള്ളാം സാറേ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ. നിന്നെ കൊണ്ടുപോയി ആവശ്യമില്ല. അതെ, എന്തിനാ എന്നോട് മാറിയിരിക്കാൻ പറഞ്ഞേ? ഞാനും കൂടി കൂടാം. എല്ലാ ദിവസവും മോള് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതല്ലേ. ഈ ഓണത്തിന് മോക്ക് വേണ്ടി എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തരും. അവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. നന്ദിനി, അമ്മ പൂർണ്ണമായിട്ടും തന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കുക. അതിന് നിനക്കെന്താടാ? മമ്മി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ഇതിനു മുൻപ് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മമ്മിക്ക്. അങ്ങനെ പറയരുത്. ഇതിനു മുമ്പുണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നേ പറയാവൂ. വിജയേട്ടന് പിന്നെ ഒരു ഗുണമുണ്ട്. കാല് മാറുകയാണെങ്കിൽ പരിപൂർണമായിട്ടങ്ങ് മാറും. അതൊരു മിടുക്കാ കേട്ടോ. അതിനും വേണം ഒരു കഴിവ്. ഇപ്പൊ ആരും ഒന്നും പറഞ്ഞ് തർക്കിക്കണ്ട. ഇനി മുതൽ നിങ്ങൾക്ക് ആർക്ക് പരാതി തോന്നിയാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവള് എന്റെ മരുമോള് തന്നെയാ, എന്റെ നന്ദിനി കുട്ടി. നന്ദിനി ഒരു അമ്മായിമ്മയും മരുമോളും ഇല്ലടി. മോളിവിടെ ഇരുന്നേ. അയ്യോ, ഇരിക്കേ. ഇരുമോളെ. നിങ്ങളെല്ലാരും ഇരിക്കേ. ഒരു കസേരടുത്ത് നീ കൂടെ ഇരുന്നേ. അല്ല മേഡം, ഞാനല്ലേ ഇതെല്ലാം വിളമ്പി തരാനുള്ളത്. ഞാൻ പിന്നീട് കഴിച്ചോളാം മേഡം. ശരി, വിളമ്പ്.